ഓണപ്പൂക്കളങ്ങൾ പോലെ എന്നമ്മതൻ ചാരൊത്ത ശീലുകളൊക്കെ. ഓണപ്പൂക്കളങ്ങൾ പോലെ എന്നമ്മതൻ ചാരൊത്ത ശീലുകളൊക്കെ. വീണ പൂവിൻ്റെ ഇതളുകൾ വീണ്ടും വീണ്ടും വിടരുകയില്ലേ. താഴിട്ടു പൂട്ടിയ താമരവാതി മുൻപിൽ ഞാൻ നിന്നു. വീണ തന്നാദം തുളുമ്പി മറിയുന്ന വേദനയോടെ ഞാൻ നിന്നു. അക്ഷരങ്ങളെ സ്വരവും വ്യഞ്ജനവും ആവാഹിച്ച് വാക്കുകളാക്കി വാചകങ്ങളാക്കി പെറ്റിടുമ്പോൾ കിട്ടുന്നൊരു തൃപ്തി അത് പറഞ്ഞറിയിക്കാനാവില്ല എന്നാണ് പറയുന്നത്. അതൊരു എഴുത്തുകാരന് മാത്രം അവകാശപ്പെട്ട പിതൃത്വമാണ്, അതല്ലെങ്കിൽ മാതൃത്വമാണെന്നാണ് പറയുന്നത്. മിനിയുതുപ്പ് എന്ന് പറയുന്ന വയനാടൻ എഴുത്തുകാരിയെ മിനിയുതുപ്പ് എന്ന പേരിനപ്പുറം ഫീനിക്സ് പക്ഷി എന്നാണ് പറയേണ്ടത്. എത്ര പുസ്തകങ്ങൾ ഇതുവരെ എഴുതിയിട്ടുണ്ട്? 4 പുസ്തകങ്ങൾ. എനിക്ക് അസുഖം വന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു. ഇനിയും സമയം നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. അത് ആദ്യം എഴുതി വെച്ചതായിരുന്നു. അത് ഞാനല്ല പ്രസിദ്ധീകരിച്ചത്, മൗസൂം സാറാണ് പ്രസിദ്ധീകരിച്ചത്. ദ പോയംസ് നെവർ റിട്ടൺ ആൻഡ് നോർ അവാർഡ്. എന്നോട് സഹതാപം തോന്നിയിട്ട് എന്ന് പറയുന്ന കുറേ പേരുണ്ട്. ചിലർ സൗഹൃദം കൊണ്ട് വായിക്കുന്നവരുണ്ട്, ചിലർ ഇത് എന്താണെന്ന് അറിയണമെന്നുള്ള കൊതി കൊണ്ട് വായിക്കുന്നവരുണ്ട്. എല്ലാ കവിതയും എനിക്കിഷ്ടമാണ്. സൂര്യനെല്ലിപ്പൂവ് എന്ന എഴുതിയെങ്കിലും അതിജീവിതകളുടെ എണ്ണം അതിക്രമിച്ചിരിക്കുന്ന ഈ കാലത്ത് സൂര്യനെല്ലിപ്പൂക്കൾ എന്ന് പറയുന്നതായിരിക്കും നല്ലതല്ലേ? നീ അറിയുന്നു എൻ്റെ ഹൃദയച്ചോപ്പ്, അവൻ നീട്ടിയ മധുരത്തിൻ്റെ കൂടെ ഞാൻ തിരിച്ചപ്പോൾ. എന്നും എല്ലാ കാലത്തും അതിജീവിതകൾ ഉണ്ടാവുമ്പോൾ ഈ കവിതയുടെ പ്രസക്തി ഒരിക്കലും ചോർന്നു പോവുകയില്ല. അതിജീവിതകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.